പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട വിഗ്രഹ യോഗമാകുന്നു. വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഒരു യോഗം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ വ്യാഴമുള്ളത് മിഥുനം രാശിയിലാണ്. സൂര്യൻ മിഥുനം 1-ാം തീയതി, അതായത് ജൂൺ മാസം 15-ാം തീയതി മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയാണ് ഈ വിഗ്രഹയോഗത്തിൻ്റെ പ്രസക്തി നാം ചിന്തിക്കുന്നത്, ശുഭാശുഭ ഫലങ്ങളും ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു കഴിഞ്ഞു. മൗഢ്യം ഗതാസ്തേ വിഫലാഹ. ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും മൗഢ്യം അനുഭവിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം ഉണ്ടാകില്ല. അതിനാൽ വ്യാഴം ദുർബലമാണ്. ഇടവം 29-ന് ജൂൺ മാസം 12-ാം തീയതി മുതൽ വ്യാഴത്തിന് മൗഢ്യം സമ്മാനിച്ചു സൂര്യൻ. അതിനാൽ അത് വളരെയധികം കാഠിന്യത്തെ ഉളവാക്കും. 12, 13, 14, 15 വരെയുള്ള 4 ദിനങ്ങൾ. ഇനി ജൂൺ മാസം 15-ാം തീയതി ഏകരാശിയിൽ വരുമ്പോൾ മൗഢ്യത്തിൻ്റെ കാഠിന്യം കുറയും. ഈ മൗഢ്യം എത്ര ദിവസം വരെ ഉണ്ട് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. മിഥുനമാസം 23-ാം തീയതി വരെ, അതായത് 2025 ജൂലൈ മാസം 7-ാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമാണ്. ഏകരാശിയിലായതുകൊണ്ട് അതിന് ശക്തി കുറയുമെന്ന് മാത്രം. സ്വതവേ സൂര്യനും വ്യാഴവും തമ്മിലുള്ള വിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാഗ്പതിന അന്യകാര്യ നിരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സൂര്യനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ അന്യരുടെ കാര്യത്തിൽ നിരതനാവുക, താല്പര്യമുണ്ടാവുക, സ്വന്തം താല്പര്യം ബലി കഴിച്ച് അന്യരുടെ കാര്യത്തിലും വിഷയത്തിലും ചെന്ന് ചാടുക, എന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക. എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാകാം അപ്രകാരത്തിൽ. ക്രൂരം, വിഷമാവസ്ഥ സൃഷ്ടിക്കുക, ക്രൂരമായ അവസ്ഥ സംജാതമാക്കുക. വളരെ ഒരു ദുർബലമായ ദിഗ്രഹ യോഗമാണ് ആദിത്യനും വ്യാഴവും പരസ്പരം ദിഗ്രഹ യോഗത്തിലൂടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെ വളരെ ഫലപ്രദമായി നല്ല രീതിയിലാണ് ആചാര്യൻ പ്രവചിച്ചിരിക്കുന്നത്. ഉപാധ്യായ അതിവിഖ്യാത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അധ്യാപകനാകാം, വിദ്യ ഉപദേശിക്കുന്ന വ്യക്തിയാകാം, അതിവിഖ്യാത, അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പലരുടെയും ജാതകത്തിൽ ഈ യോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഈ 2 ദിഗ്രഹ യോഗങ്ങളും 2 ആചാര്യന്മാർ പറഞ്ഞ വിഷയവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഏതായാലും ഈ ദിഗ്രഹ യോഗം 32 ദിവസം മാത്രമേ ഉള്ളൂ. അതിൽ ഭൂരിഭാഗ ദിനവും വ്യാഴത്തിന് മൗഢ്യവുമാണ്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണ്? ധീജിത് പുത്ര അംഗസൗഖ്യം, ബുദ്ധി, സന്താനങ്ങൾ, സന്താന ശ്രേയസ്, മനസ്സ്, ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ. വ്യാഴം ധനപതിയാകുന്നു. ആദിത്യനാണെങ്കിൽ തൻ്റെ ആത്മപ്രഭാവമാണ്, വ്യക്തിത്വമാണ്, പിതാവാണ്. അതിനാൽ നമുക്ക് മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാൻ രാശിക്കാർക്ക് സൂര്യനും വ്യാഴവും കൂടി വിഗ്രഹ യോഗം ചെയ്ത് നിൽക്കുന്നത് അതിശക്തമായൊരു ഭാവത്തിലാണ്, 9-ാം ഭാവത്തിലാണ്. തുലാൻ രാശിയുടെ ഒരു സ്വഭാവം നാം വിലയിരുത്തുമ്പോൾ ദേവബ്രാഹ്മണ സാധു പൂജനരഥ പ്രാജ്ഞശുചി സ്ത്രീജിത. ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാണ് തുലാൻ രാശിക്കാർ. വളരെ എല്ലാവരോടും റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുന്നവരാണ്. വ്യാപാരത്തിൽ വളരെയധികം സമർത്ഥരാണ് തുലാൻ രാശിക്കാർ. ലോകത്തിലെ പല വ്യവസായികളും നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, തുലാൻ രാശിയുമായി അഭേദ്യമായ ബന്ധമുണ്ടാകാം. ഒന്നുകിൽ തുലാൻ രാശിയിൽ വരുന്ന ചിത്രജ്യോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ കാണുന്ന തുലാൻ രാശി വരാം, അല്ലെങ്കിൽ തുലാൻ ലഗ്നമായി വരാം, അല്ലെങ്കിൽ അവരുടെ കർമ്മസ്ഥാനം തുലാൻ രാശിയായിട്ട് വരാം. കർമ്മസ്ഥാനം തുലാൻ രാശിയായിട്ട് വരണമെങ്കിൽ, തുലാമായിട്ട് വരണമെങ്കിൽ മകരം ലഗ്നമായിരിക്കണം.
എന്നാൽ 10ാം ഭാവം തുലാമായിരിക്കും. ആ ശുക്രൻ്റെ പൊസിഷൻ നോക്കിയാണ് നാം ആ രാശിയുടെയും അവരുടെ കർമ്മത്തിൻ്റെയും ബലമൊക്കെ ചിന്തിക്കുന്നത്. ശുക്രനാണ് തുലാം രാശിയുടെ ആധിപത്യം. വാങ്ങലും കൊടുക്കലും വ്യാപാരവും കച്ചവടവും ഒക്കെ ഗാംബ്ലിങ്ങും ഒക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. എന്തുകൊണ്ട് തുലാം രാശിക്കാർ ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്ന രാശിയായി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഇപ്രകാരമാണ്. തുലാം രാശിയിൽ സ്പിരിച്വാലിറ്റിയുടെ പൂർണ്ണതയുള്ള ഗ്രഹം ശനി ഉച്ചസ്ഥനായി നിൽക്കുന്നു. ശനിയുടെ ഉച്ചക്ഷേത്രമാണ് തുലാം രാശി. അതിനാലാണ് അവർ ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നത്. അതാണ് അതിൻ്റെ സൂക്ഷ്മമായ അവലോകനം. ബന്ധുനാം ഉപകാരകൻ വിരുഷ തെക്ത തൈഹി സപ്തമേ. ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്ത് അവർ പരിത്യജിക്കും, ദുഷിക്കും തുലാം രാശിക്കാരെ. പലപ്പോഴും ഉപകാരം ചെയ്തത് പലപ്പോഴും അപകാരമായി മാറുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാർ. ഇവിടെ തുലാം രാശിക്കാർക്ക് 9ാം ഭാവത്തിലാണ് സൂര്യനും വ്യാഴവും നിൽക്കുന്നത്. 9ാം ഭാവത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് തപസ്ഥാനമാണ്. 9ൽ വ്യാഴം നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം മറ്റൊരു ഫലം മാത്രമാണ്, തപസ്വി. അദ്ദേഹം തപസ്വിയായി തീരും. അവിടെ സൂര്യൻ വരുമ്പോഴും ആത്മീയമായ ഒരു വലിയ വിഷയം സൂര്യൻ്റെ പ്രവേശനത്തിലുമുണ്ട്. ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്. അദ്ദേഹം ധർമ്മം, മതപരമായ പ്രവർത്തനങ്ങളിലും ധനത്തിലും സുഖത്തിലും വ്യാപരിക്കും. ആ സുഖം കൂടുതലും ആത്മീയമായ സുഖമായിരിക്കും. പക്ഷേ ഇവിടെയും ഒരു കാര്യം നാം മനസ്സിലാക്കണം. തുലാം രാശിയുടെ 9ാം ഭാവം മിഥുനമാണ്. മിഥുനം ഒരു ആത്മീയ രാശിയെ അല്ല. മിഥുനം മെറ്റീരിയലിസ്റ്റിൻ്റെ പൂർണ്ണതയുള്ള രാശിയാണ്. ആ രാശിയുടെ സ്വഭാവം തന്നെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: സ്ത്രീലോല സുരതോപചാര കുശല. സ്ത്രീകളിൽ ലോലത്വമുള്ളവരും ക്ലീബേരിയാതി രതിയും ക്ലീബന്മാരോട് നപുംസകങ്ങളോട് താല്പര്യം കാണിക്കുന്നവരുമായിരിക്കുന്നത്. സ്വതവേ ബുധൻ്റെ ക്ഷേത്രമാണ്. ബുധൻ ഇമ്പോർട്ടൻ്റ് ബുധനാണ്, നപുംസക ഗ്രഹമാണ്. അതിനാൽ ആ നപുംസക സ്വഭാവങ്ങളൊക്കെ പലപ്പോഴും ഈ തുലാം രാശിയിൽ ജനിക്കുന്ന പലർക്കും കാണാറുണ്ട്. നപുംസക സ്വഭാവമുള്ളവരോട്, ഹിജടകളോടുള്ള താല്പര്യം, ആ രതി ധാരാളം കാണാം മിഥുനം രാശിക്കാർക്ക്. ഇവിടെ സൂര്യനും വ്യാഴവും വരുമ്പോൾ ഒരു ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണത ലഭിക്കും തുലാം രാശിക്കാർക്ക്. അത് മാത്രമല്ല, അവിടെ നല്ല ഫലമാണ് സൂര്യൻ പ്രദാനം ചെയ്യുന്നത്. ക്രിയാതുങ്കത, തൻ്റെ ജോലിയിൽ ഉയർന്ന പൊസിഷനിലെത്തും തുലാം രാശിക്കാർ. തപ്യത സഹോദരന, സഹോദരങ്ങളെ തനിക്ക് ദുഃഖം വരും. കാരണം 3ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. 3ാം ഭാവം സഹോദര ഭാവമാണ്. പക്ഷെ ഇവിടെ സഹോദരപതിയായ വ്യാഴം സൂര്യനോട് കൂടെ നിൽക്കുമ്പോൾ ആ ഭാവത്തിന് അത്ര പ്രാധാന്യം, ബുദ്ധിമുട്ട് കൽപ്പിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ആദിത്യൻ പിതൃകാരകനാണ്. പിതൃകാരകനായ ആദിത്യനാണ് 9ാം ഭാവത്തിൽ നിൽക്കുന്നത്. തൻ്റെ പിതാവിനും അത്ര നല്ലതല്ല. സ്വതവേ തുലാം രാശിക്കാർക്ക് ഈ ദിഗ്രഹയോഗം വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും, ഒരു സംശയവുമില്ല. ഈ 12 രാശിക്കാരൻ ഈ ദിഗ്രഹയോഗ ഫലം ഏറ്റവും നന്നായി ശോഭിക്കുക തുലാം രാശിക്കാർക്കാണ്. ഇവിടെയും പ്രാർത്ഥനകൾ ചെയ്യാം. തീർത്ഥസ്ഥലങ്ങൾ ധാരാളം സന്ദർശിക്കുവാനുള്ള വലിയൊരു അസുലഭമായ അവസരം വരും. ഒരിക്കലും മനസ്സിന് ശാന്തത വരില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് 9ൽ സൂര്യൻ നിൽക്കുമ്പോൾ. ദിവാനായിക ദുഷ്ടത കോണയാതി എന്ന ചാപ്നോതി ചിന്താവിരാമ അസ്യ ചേതഹ. ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെപ്പോഴും, ചേതസ്സെപ്പോഴും ചിന്തയ്ക്ക് അവസാനമില്ല. തപശ്ചര്യ അനിച്ഛയാഭിപ്രയാതി. ഇഷ്ടമില്ലാതെ തപസ്, പ്രാർത്ഥന, തീർത്ഥാടനം ചെയ്യേണ്ടി വരും. വ്യാഴമാണെങ്കിൽ തപസ്യയാണ്. ആ കോംപ്ലിക്കേഷൻ അവിടെയുണ്ട്. അതിനാൽ മനസ്സിൽ ആലോചിച്ചുറച്ച് ഇഷ്ടമാണെങ്കിൽ മാത്രം തീർത്ഥാടനങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ പങ്കെടുക്കുക. പരിഹാസ്യനാകാൻ പാടില്ല. അല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തുലാം രാശിക്കാർക്കില്ല. എല്ലാ തുലാം രാശിക്കാർക്കും ഒരു ശോഭനമായ 32 ദിവസത്തെ കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.